നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൂണിവേഴ്സൽ പവർ ട്രെയിനറും അതുപോലെ തന്നെ ബിസിനസ്സുകാരുടെ മെന്ററും ആയ ബെന്നി സാറാണ്. സർ നമസ്കാരം. അപ്പൊ സർ, നമ്മുടെ ഈ ലൈഫിലെ എങ്ങനെയാണ് ഒരാളുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി അഫക്ട് ചെയ്തു എന്ന് അവരവർക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക? എഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നെഗറ്റീവ് എനർജിക്ക് പല വകഭേദങ്ങളുണ്ട്. അത് ആൾക്കാർക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മൾ ധരിക്കണ കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണത് ഒരാൾ ഹൈലി നെഗറ്റീവ് ക്യാരക്ടർ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, ആഭിചാരം, അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഗുണ്ടായുസം കാണിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യണത്, അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ബന്ധപ്പെട്ടാണ് നെഗറ്റീവ് എനർജി കൂടുതൽ വരുന്നതെന്ന്. അങ്ങനെയൊക്കെയാണ് നമുക്ക് നെഗറ്റീവ് എനർജി ബാധിക്കണതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് തന്നെ ആണ് നെഗറ്റീവ് നമുക്ക് വരുന്നതെന്നാണ് നമ്മളുടെ ധാരണ, സാധാരണ പുതിയ മനുഷ്യ ധാരണ അല്ലേ. ഒരു നെഗറ്റീവ് തന്നെ ബാധിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള നെഗറ്റീവ് ടൈപ്പ് ആൾക്കാർ, ക്യാരക്ടർ, അല്ലെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ശത്രുതാ മൈൻഡ്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് ബാധിക്കുന്ന നെഗറ്റീവ് എനർജിയാണ്. ഈ നെഗറ്റീവ് എനർജിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയുള്ളൂ, പക്ഷെ നമ്മളെ പോലും അറിയാതെ അല്ലേ, അതല്ലേ അറിയാം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എഫക്ട് ചെയ്യണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ നമ്മൾ ഷൗട്ട് ചെയ്ത് അപ്പോൾ പറയും ഞാൻ ഭയങ്കര മൂഡ് ഔട്ട് ആയിപ്പോയി, അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ വഴക്കടിച്ച്, അപ്പോൾ നമ്മൾ നെഗറ്റീവായി. അത് ഒരു എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ദേഷ്യപ്പെടുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കുറേ പ്രത്യക്ഷത്തിലുള്ള കുറേ എക്സ്പീരിയൻസുകൾ മനുഷ്യർക്ക് അറിയാവുന്നത് ഇതാണ്. പക്ഷെ ഇതിനേക്കാൾ ഭീകരമായ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അതാണ് ആൾക്കാർക്ക് അറിയാത്തൊരു സാധനം. അതിൽ ഇൻവോൾവ്ഡ് ആണ് ഒരു മനുഷ്യൻ്റെ ലൈഫ്. സക്സസ് ആണെന്ന് ആഗ്രഹിക്കണവർ, ലൈഫിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കണവർ, അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കണവർ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും കൊച്ചു ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ഒരു കാര്യത്തിൽ ഫെയിലിയറുകൾ. ആ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ വരുത്തുക. മനസ്സിലായി? പോസിറ്റീവ് ക്യാരക്ടർ. ഒരാളുടെ ക്യാരക്ടർ പോസിറ്റീവ് എന്ന് വിചാരിച്ചിട്ട് അയാളുടെ പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടുതൽ ഉണ്ടാവണമെന്നില്ല, പോസിറ്റീവ് വൈബ് കൂടുതൽ ഉണ്ടാവണമെന്നില്ല. കാരണം ഒരാളുടെ ക്യാരക്ടർ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അയാളെ കൊണ്ട് വേറെ ഉപദ്രവവും ഇല്ല, ദോഷവും ഇല്ല, ഒന്നുമില്ല, ആരും ദ്രോഹിക്കണില്ല, നല്ല സ്വഭാവമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് പോസിറ്റീവ് ക്യാരക്ടർ, നല്ല ക്യാരക്ടറാണ് അല്ലേ. പക്ഷെ എന്ന് കരുതി എങ്ങനെയാണ് ഈ പോസിറ്റീവ് ക്യാരക്ടറുള്ള ആളിൽ പോയി നെഗറ്റീവ് എനർജി ഫോം ചെയ്യണത്? പുറത്തു നിന്നൊക്കെ നെഗറ്റീവ് എനർജി എങ്ങനെ വരും എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ മലയാളികൾക്കുള്ള ഒരു ഹാബിറ്റാണ്, നമ്മൾ എവിടെ കൂടിയാലും വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും ചർച്ച ചെയ്യുന്ന ഹാബിറ്റ്. രാജ്യത്തിൻ്റെ കുറ്റം, അല്ലെങ്കിൽ മന്ത്രിയുടെ കുറ്റം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കുറ്റം, അല്ലെങ്കിൽ വേറെ ഏത് രാഷ്ട്രീയക്കാരുടെ, ബിസിനസ്സുകാരുടെ, അയൽവക്കക്കാരുടെ, സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ റിയലാണ് എല്ലാം പറയണം. ഇവരെല്ലാം ഈ പറയുന്ന നെഗറ്റീവ്സിനെ ന്യായീകരിക്കുന്നത് റിയലായിട്ട് അവർക്കുള്ള കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്. ഞങ്ങളൊരു കുറ്റമല്ല പറയുന്നത്, അവരുടെ റിയലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾ പറയണമെന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ട, അറിയാണ്ട് വേറെ ആൾ അങ്ങനെ പോയത് ഇങ്ങനെ ചെയ്ത് അയാൾക്ക് ഇങ്ങനെ വന്ന് അറിഞ്ഞാൽ മറ്റവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് വൈഫ് ഇട്ടിട്ടും പോയി അയാളാ, അതല്ലേ അങ്ങനെ ഇതാണ്. പിന്നെ അത് അല്ലേ നമ്മളുടെ മറ്റേ അപ്പുറത്തെ ആളുടെ മോളില്ലേ A+ കിട്ടുമെന്നാണ് വിചാരിച്ചല്ല അത്. പക്ഷെ എല്ലാത്തിനും A+ ഒന്നുമില്ല അല്ലേ. എനിക്കറിയായിരുന്നു, നമുക്ക് അവളുടെ പോക്ക് കണ്ടപ്പോൾ അറിയായിരുന്നു ഈ പറഞ്ഞ രീതിയിൽ പഠിപ്പിക്കലൊക്കെ വെറുതെ പോകുന്നു. അതായത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലില്ലേ, നമ്മളൊന്നും നമ്മളെയും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്താൽ നമ്മളെ തന്നെ അറിയാണ്ട് ഇതിൽ ഇൻവോൾവാണ്. നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു അതാണ് ഇന്ന സംഭവം, എന്നിട്ട് എന്തായി, അതിങ്ങനെ ആണല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലെന്നാ. ഒരു മനുഷ്യരുടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൻ ശരിക്കും നേരത്തെ പോലെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് എടുത്തിയായിട്ട് പോകണം, ദേഷ്യം അങ്ങനൊന്നും പാടില്ല. നമ്മൾ പോസിറ്റീവ് ഉദ്ദേശിക്കണം, മനസ്സിലായി? എങ്ങനെ വന്നാലും ഒന്നും എടുത്തിയായിട്ടും ദേഷ്യമായിട്ട് ഇങ്ങനെ പറയണ ഒരു ഹാബിറ്റ് അവനാണ്. പിന്നെ എങ്ങനെ അത് വരാണ്ടിരിക്കും? നമ്മളും അങ്ങനെ ഒരു ഫാമിലി ലൈഫാണ് പറയുന്നത്, ഒരു കുടുംബ ജീവിതം അങ്ങനെ ഇങ്ങനെ വിട്ടുവെച്ചാണ് വേണ്ടേ, അതില്ല. അപ്പോൾ അവന് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും കുറ്റം പറയുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും? അത് ശരിയാവും? അപ്പോൾ അവൻ്റെ കൂടി കുഴപ്പമുണ്ട് അതിനകത്ത്. എന്നിട്ട് അവളുടെ കുഴപ്പം മാത്രമല്ല, അവൻ്റെയും കൂടി കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഈ പറയണത് നല്ല കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ പറയണ ഹാബിറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറയണ പോലെ 4 ആൾ കൂടിയാൽ പറയണ ചർച്ച മൊത്തം വേറെ ആരെങ്ങളുടെ കുറവുകളും പറയാം. ഇതൊന്നുമില്ലേ, ഒരിക്കലും ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത മന്ത്രിമാരുടെ കുറ്റം പറയണം, ശരിക്കുള്ളതായിരിക്കും അല്ലേ. അതുപോലെ ജീവിതത്തിൽ പോലും കാണാൻ സിനിമയിലെ കണ്ടേക്കണ അവൻ്റെ പടം വെറുതെ കവറായി പോയി, എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ സിനിമയൊക്കെ ചെയ്യണേ, ഞങ്ങളെ കാശ് പോകാനായിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ എവിടെയൊക്കെ സാഹചര്യം കിട്ടണം, ഇവിടെയൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അറിയാതെ തന്നെയാണ് കൂടുതലും പറയണം.
ഇങ്ങനത്തെ വേറെ ആളുടെ കുറ്റങ്ങളും കുറവുകളും ചർച്ച ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉടനീളം നമ്മുടെ ലൈഫിലുണ്ട്. അപ്പം എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൈബ് ഉണ്ടായിക്കൊണ്ടിരിക്കും. വൈബ് എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, ഇതായിട്ട് വൈബ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫുൾ ടൈം ഒരു മനുഷ്യൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വൈബ് എന്ന് പല പേര് പറയുന്ന സാധനം ഇതാ. ഇതെന്താണ് നമ്മൾ തിങ്ക് ചെയ്യണം, തിങ്കായിട്ട് കണക്ട് ചെയ്താണ് നമ്മുടെ സംസാരം ഇരിക്കണം. അപ്പോൾ ആ സംസാരം തിങ്ക കണക്ട് ചെയ്തിട്ട് എന്താ പറയുക, നാട്ടുകാരുടെ കുറ്റം അല്ലെങ്കിൽ വേറെ ആളുടെ വീട്ടിൽ തല്ലി പിടിച്ച് കുറ്റം അല്ലെങ്കിൽ അവർക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് കണ്ട അവരുടെ കയ്യിലിരിപ്പാണ് കൊണ്ട് എനിക്കറിയായിരുന്നു അന്നേ നിനക്കിത് വരുമെന്ന് എനിക്കറിയായിരുന്നു, നീ എന്നോട് എന്തെല്ലാം കാണിച്ചേക്കണമെന്ന് എനിക്കറിയാം, അത് എന്നോട് ചെയ്തതിൻ്റെ പകരമാണ് അവർക്ക് കിട്ടിയെന്ന് പറയണം. അങ്ങനെ പല രീതിയിലുള്ള എങ്ങനെ നോക്കിയാലും ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നമ്മൾ ഒരു 3 മാസത്തെ കണക്കെടുത്ത് പോകും. അവന് ഏറ്റവും കൂടുതൽ സംസാരിച്ചേക്കണ നെഗറ്റീവായിരിക്കും. പക്ഷെ ആള് ഡീസൻ്റ് ആയിരിക്കും, ആരോടും ഉപദ്രവമൊന്നുമില്ല, സൈലന്റ്, നല്ല സ്വഭാവമൊക്കെ അല്ലേ. അപ്പൊ അവൻ ഇങ്ങനത്തെ കുറെ ഇല്ലേ, ഇപ്പൊ ഞാൻ പറയണ എക്സ്പീരിയൻസ് പറഞ്ഞ മനസ്സിലായില്ലേ, എന്തോരം പേരെ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ സംഗീതനെ കുറിച്ച് ചിന്തിച്ചാലും ഉണ്ടാവില്ല ഇല്ലേ, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മനുഷ്യരിലും എല്ലാ ദിവസവും ആവുമ്പോഴും അറിയാണ്ട് ഉണ്ടാക്കണത് എന്താ, നെഗറ്റീവ് എനർജിയുടെ പ്രൊഡക്ഷനും ഒബ്സർവിങ്. നമ്മൾ നെഗറ്റീവ് എനർജി പ്രൊഡക്ഷൻ ചെയ്യണ ഒരു ഫാക്ടറിയാണ് നമ്മൾ മനുഷ്യർ. എങ്ങനെ ഇത് ചർച്ച ചെയ്യണ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണേ, പിന്നെ വേറെ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ എടുക്കണേ സ്വീകരിക്കണേ, അത് വേറെ പ്രൊഡക്ഷൻസ് എടുക്കും, ഹോൾസെയിലായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ഒരു ബിസിനസ്സായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. ഇത്രയും പണി എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും മനുഷ്യന് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 മാസത്തെ കണക്ക് നോക്കുമ്പോൾ അവന് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സംസാരിച്ചേക്കണത് നെഗറ്റീവ് ടോക്കായിരിക്കും. അല്ലാണ്ട് നമ്മളൊരാളെ ഷൗട്ട് ചെയ്യണതും ദേഷ്യപ്പെടണതും മാത്രമല്ല നെഗറ്റീവായി ഉണ്ടാക്കണം. സൈലന്റ് കില്ലറായിട്ട് നെഗറ്റീവ് എനർജി എന്നൊരു റൂട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്നിട്ടാണ് ഞാൻ പറയണത്, ഞാൻ കാലത്ത് എണീറ്റിട്ട് അഫർമേഷൻ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഇന്ന ആഗ്രഹം നടക്കാൻ. എന്താ ചെയ്തുകൊണ്ടിരിക്കും, എവിടെ നടക്കാനാ, വൈബ് കിട്ടൂല. എന്താ നെഗറ്റീവ് കൂടെ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചേക്കണേ, സ്റ്റോക്ക് നെഗറ്റീവ് എനർജി നമ്മുടെ കയ്യിലിരിക്കണേ. എന്നിട്ടാണ് പറയണത്, ഞാൻ എൻ്റെ അടുത്ത് പലതും പറയാം, സാറേ ഞാൻ കുറേ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതാണ്, ഞാൻ കുറേ ഇതൊക്കെ ചെയ്യാണ്ട് ഞാൻ ഉദ്ദേശിക്കണ പോലെ നടക്കണം. ചില ആൾക്കാർക്കൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയും നടന്ന ആൾക്കാർ മുഴുവനും ഇങ്ങനത്തെ കുറ്റം പറയാത്തവരായിരിക്കും അല്ലേ. ഇപ്പൊ സക്സസ് ആയിട്ടുള്ള ഒരാളായിരിക്കും, ഈ സക്സസ് ആയിട്ടുള്ള ഒരാൾക്ക് വല്ല നേരം ഉണ്ട് ആരെങ്കിലും വിശേഷം പറഞ്ഞേക്കാൻ. ഇപ്പൊ ഈ സെലിബ്രിറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഒരു കല്യാണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കേണ്ട പോയിക്കളായി. അവർ ചെല്ലുന്നു, കാരണം അവർക്ക് ഒരാളോട് സംസാരിക്കാൻ പോലും ടൈമില്ലാത്തത്ര അവർ ബിസി ആയി കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അറിയാം, ഞാനിതുപോലെയൊക്കെ ബിസിയായി ഞാനും ഇങ്ങനെയാണ് പോകുന്നത്. അവർ ബിസി അല്ലാത്തപ്പോൾ ഈ പണിക്ക് പോയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ആയേക്കണം അല്ലേ. നമ്മൾ ഈ പറഞ്ഞ പോലെ സമയം ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഹാബിറ്റാണ്. അപ്പം എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ 4 ആൾ കൂടി ഇരുന്നിട്ട് പറയണേ, അറിഞ്ഞാ നമ്മളുടെ മറ്റേ അവര് നല്ല ജീവിതം അറിയാമോ അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹവും അവരുടെ ഫാമിലി മക്കളും ഒക്കെ എന്ത് നല്ല സ്വഭാവമാണ്, നല്ല കുടുംബമാണ് അവരുടെ. ഇല്ല ഇങ്ങനെ പോസിറ്റീവ് പറയണ കേട്ടിട്ടുണ്ട്, അവിടെയെങ്കിൽ പറയൂല അല്ലേ. ഇപ്പൊ എന്തായി അമ്മായിമ്മയുടെ വിശേഷമൊക്കെ എന്തായി എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ ഇപ്പൊ ഒരു സാധാരണ പെണ്ണ് പറഞ്ഞ എന്ത് പറയാനായിട്ട്, നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ പറയാൻ പോയി കഴിഞ്ഞാൽ മൊത്തം കുറ്റം പറയേണ്ടി വരും. അയാളാണെങ്കിൽ അമ്മ പറയണതിന്റെ അപ്പുറത്തേക്കില്ല, നെഗറ്റീവ് പറയുള്ളൂ മനസ്സിലായോ. എവിടെ അപ്പൊ മരുമോളുടെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഇപ്പൊ അമ്മനോട് ചോദിക്കണേ മരുമോളുടെ കാര്യം ചോദിച്ചാൽ പറയും എന്ത് പറയാനാണ്, അവന് പണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ അവളെ പറയണത് മാത്രമേ ഇവൻ കേൾക്കുള്ളൂ. അങ്ങനെ ഭർത്താവിനോട് ചോദിക്കണേന്ന്, എന്തായി തന്റെ ഭാര്യയോട്, നമ്മളിപ്പോ പറയണ പോലെ ആഗ്രഹിക്കണ പോലെ എല്ലാം നടക്കുമൊന്നുമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് മാത്രം. ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ. അപ്പൊ ഒരു മനുഷ്യന്റെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ വായിൽ നിന്ന് ടോക്ക് ഒരു ഗുണമില്ലാത്ത നെഗറ്റീവ് എനർജിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള നെഗറ്റീവ് ടോക്ക് മാത്രം. അതല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് വൈബ് കിട്ടാൻ സാധ്യതയുള്ള സംസാരങ്ങളൊന്നും ഒരു സ്ഥലത്ത് നടക്കണില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു മന്ത്രിനെ പറ്റി കുറ്റം പറയണേ, ആ മന്ത്രി നിരവധി നന്മ ചെയ്തിട്ടുണ്ട്, ആ നന്മ ശ്രദ്ധിക്കാണ്ട് പറയും അയാൾ ഇത് ചെയ്തപ്പോ ഇങ്ങനെ. സംഭവം ശരിയാണ്, കുറവുകളും കുറ്റങ്ങളും എല്ലാവർക്കും ഉണ്ടായി, നമ്മൾ ഉള്ളത് തന്നെ ആയിരിക്കാം. ഈ ഉള്ളതാണെങ്കിലും ഇല്ലാത്താണെങ്കിലും നമ്മളുടെ പവറിനെ മിസ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ചെയ്യുന്നത്. നമ്മളുടെ ഒരു എനർജി ഉണ്ട്, ഈ എനർജി നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത് പോണേ. സ്റ്റോക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാണ് എനർജി അല്ലേ. ഇപ്പൊ വൈദ്യുതി എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇല്ലേ. ഈ എനർജിയിൽ നിന്ന് 2 വയർ പോണതിൽ 2ലും ഒരേപോലെ തന്നെ എനർജി പോകണം. ഈ 2 എനർജിയും നമ്മൾ പ്രത്യേക ഉപരിതലം അഥവാ ഒരു ഹോൾഡറിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ലൈറ്റ് കത്തുന്ന അവസ്ഥയിലോട്ട് എത്തുന്നു. അപ്പം ഈ 2 എനർജിയും നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണതുകൊണ്ടാണ് അവിടെ ആ ബൾബ് കത്തണം. അതേസമയം ഈ 2 എനർജിയും തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ അവിടെ മറ്റും സ്പാർക്കായി, ഷോർട്ടായി, തീയായി, ഇരുട്ടായി ഇല്ലേ. ഇതുപോലെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവും, നമ്മുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ. ഇതൊക്കെ നമ്മൾ റീതിങ്ക് ചെയ്യാനും സംസാരിക്കാനും പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും
നമ്മളിനി നെഗറ്റീവ് വൈബ് ഉണ്ടാകില്ല, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ നെഗറ്റീവ് എനർജി സ്വീകരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കഴിഞ്ഞകാല ജീവിതം നോക്കുമ്പോൾ വളരെയധികം കടബാധ്യതയിൽ ഞാൻ പോയതാണ്. ആ കടബാധ്യത പോയിട്ട് കുറേ അധികം 200 മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടായിട്ട് ഞാൻ നാട് വിട്ട് പോയിട്ടുണ്ട്. നാട് വിട്ട് പോയതാണ് ഇവിടെ. നാട് വിട്ട് പോയി വേറെ സ്ഥലത്ത് വേറെ ജില്ലയിലൊക്കെ ചെന്ന് അറിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിന്നെ മൂന്നാർ പോയി അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്ത്. ഇതെല്ലാം എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. അതായത് ഞാൻ ഭയങ്കര യോഗ്യനൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബെന്നില്ലേ, ഈ ബെന്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ ഒരു യോഗ്യത ഇല്ലാത്ത നിങ്ങളെക്കാൾ ഏറ്റവും താണ ആളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ ലൈഫ് സ്റ്റോറിയുടെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതെല്ലാവരും കണ്ടാൽ മനസ്സിലാവും ഞാൻ എവിടെ കിടന്ന് വെച്ചവനാണ്. അപ്പോൾ അത്രയും കടബാധയിൽ വന്ന സമയത്ത് ഞാൻ സംസാരിക്കണം മൊത്തം എന്താ നെഗറ്റീവാണ്. കടം പൈസ കൊടുക്കാനുള്ളവർ ചിലപ്പോൾ എന്നെ അസഭ്യം കുറ്റം പറയും, പലതും പറയും. അപ്പോൾ റിയാലിറ്റിയാണ്. അപ്പം ഞാൻ അവരുടെ കുറ്റം പറയും. ഇവനാ അവൻ പണ്ട് എൻ്റെ അടുത്ത് പൈസ പലിശക്ക് ചോദിച്ചു എന്ന് വെച്ചവനാ അവനിപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞേക്കും. അങ്ങനെ എനിക്ക് പറയാനുള്ള മൊത്തം നെഗറ്റീവാണ്. അപ്പം നമ്മളിവിടെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലും കുറവ് പറഞ്ഞാലും വേറെ രാജ്യത്തിൻ്റെ തെറ്റും തിന്മനെ കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാലും രാഷ്ട്രത്തിൻ്റെ അവസ്ഥ പറഞ്ഞാലും ഇത് ചർച്ച ചെയ്തത് കൊണ്ട് ഇതിന് തീരുമാനം വരും. നമ്മൾ വെറുതെ കല്യാണ വീട്ടില എന്തെങ്കിലും ഫംഗ്ഷനിലെ 4-6 കുടുംബം ഭയങ്കര ഭീകരമായ ചർച്ചയാണ് ആധികാരികമായിട്ട് രാജ്യത്തിൻ്റെ മന്ത്രിയുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള അറ്റകുറ്റപ്പണിയുടെ അല്ലെങ്കിൽ ഇവിടെ കിട്ടാത്ത കുറേ സാധനങ്ങളുടെ ഇതൊന്നും അല്ലെങ്കിൽ ഈ കല്യാണ വീട്ടിലാണ് പോണെങ്കിൽ ആ കല്യാണത്തിലുള്ള വീട്ടുകാരുടെ എങ്കിലും പറഞ്ഞിട്ട് പോകുള്ളൂ. അറിഞ്ഞ അതെ ഈ സ്വർണം എടുത്തേക്കണത് എല്ലാം ലോണം ചിലപ്പോൾ അങ്ങനെ പറയും. അല്ലെങ്കിൽ പറയും കുറച്ച് സ്വർണ്ണം അവർ കൊടുത്ത് അങ്ങനെ ഉണ്ടായില്ല. എങ്ങനെ ഈ കല്യാണത്തേക്ക് എത്തിയെന്നുള്ളതിൻ്റെ നെഗറ്റീവൊക്കെ എനിക്ക് ഒരു പറഞ്ഞിരിക്കണം. അത് പറയാം ഇവർ പ്രേമിച്ച് കിട്ടണേ. എന്നിട്ട് ആൾക്കാരോട് പറയണതേ അറേഞ്ച്ഡ് മേഖലയിലാണ്. എന്തെങ്കിലും പറയണമായിരിക്കും. അങ്ങനെ പറയണ ഒരു ശീലം ജന്മസിദ്ധമായിട്ട് നമുക്ക് ആയിപ്പോയി. ഇതൊക്കെ ആയിട്ട് എല്ലാവരും ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാർ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാരുടെ വീഡിയോ ട്രെയിനിങ് വീഡിയോ ഉണ്ട് എനിക്കതുപോലെ ആവണം എന്നും പറഞ്ഞ് തലകുത്തി പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ നമ്മുടെ വൈബിനെ ബാലൻസ് ചെയ്യണമെന്നുള്ള. ഈ വൈബിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടോക്ക് കറക്റ്റ് ആണ്. അപ്പോൾ സംഗീത ചോദിച്ചതുപോലെ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാത്തൊരു പ്രധാന കാരണമാണ് ഞാൻ പറയണത്. നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന ചർച്ചകൾ വേറെ ആളോട് ടോക്ക് ഇപ്പോൾ ഫോണിൽ സംസാരിക്കണേ ഫ്രണ്ടായിട്ട് ഒരു 15 മിനിറ്റ് സംസാരിക്കണത് നമ്മളുടെ ഒരു മാസത്തെ കണക്കെടുത്ത ഒരാൾ ഒരു മാസത്തെ ഒരാളുടെ ഫോൺ കോൾ ആ ഫോൺ കോളിൽ അയാൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചേക്കണം ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും. ഈ കൂട്ടുകാരത്തിന് വിശേഷം പറയാൻ വിളിച്ചതാ വിളിച്ചു വന്നപ്പോൾ വേറെ കൂട്ടുകാരത്തിൻ്റെ കുറ്റം വന്നവളെ എടി അവളെ എന്നോട് ഇങ്ങനെ കാണിച്ചറിയാം നിന്നെ വിളിച്ചായിരുന്നു ഇല്ല എന്നെ വിളിച്ചില്ല എൻ്റെ അടുത്ത് അവളുടെ ഒരു വിളവൊന്നും നടക്കൊന്നുമില്ല നിൻ്റെ അടുത്ത് കാണിക്കുമായിരിക്കും അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞേക്കണം എന്താണല്ലോ ഒരു മനുഷ്യൻ ഞാൻ എന്തോരം അവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എന്നിട്ട് ഇപ്പം അവൾ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ആട് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ നമുക്കറിയില്ല ഇതിനെക്കുറിച്ച്. എന്നിട്ട് ഈ വൈബ് മൊത്തം കയറി സ്റ്റോക്ക് നമ്മളൊരു 1 ഇയർ കണക്കെ ഞാൻ പറയണുള്ളൂ. ജനിച്ചപ്പോൾ തൊട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തോരം ഉണ്ടാവും. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 95% ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ പവർ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മൈൻഡ് ആ മൈൻഡ് എന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിന് 2 തലങ്ങളുണ്ട് പ്രധാനപ്പെട്ട. അതിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ 95% കപ്പാസിറ്റി വേറെ 5% കപ്പാസിറ്റി ഉള്ളത് ഈ കോൺഷ്യസ് മൈൻഡ്. ഈ 95% കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യും. കോടിക്കണക്കിന് പറഞ്ഞാൽ ഒരു ആയുസ് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവും അവിടെ. അത്രയും സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് അവിടെ. മൊത്തം ഈ വക സാധനങ്ങളാണ് കയറി കിടക്കണം മനസ്സിലായോ സ്റ്റോക്ക് ജനിച്ചപ്പോൾ തൊട്ടുള്ള കണക്കിലേ ഇങ്ങനെ സ്റ്റോക്ക് കയറിയിട്ട് നമ്മളിങ്ങനെ ഡീസൻ്റായിട്ട് ഇറങ്ങണം. വളരെ നല്ല സത്യസന്ധനും സ്വഭാവികമാണ് ക്യാരക്ടറൊക്കെ ഡീസൻ്റാണ്. എന്നിട്ട് പറയും എൻ്റെ അടുത്ത് പറയും സാറേ ഞാൻ ആരും ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ആൾക്കാർ ഒരു ഇതിനും പോയിട്ടില്ല. നമ്മൾ വാക്കുകൊണ്ടൊന്നും നന്മ ചെയ്യണം ഞാൻ എന്തൊരു ദാനം ചെയ്യണമെന്ന് അറിയുമോ എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നെന്ന് പറയണം. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഒരു വർഷത്തെ കണക്കെടുപ്പിച്ച് അയാൾ പറയും സമ്മതിച്ചു ഞാൻ ഇതിലെല്ലാം പെട്ടിട്ടുണ്ട്. ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞല്ലോ സാറേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്താക്കി ഈ ടോപ്പിക്കായിരുന്നു. ഇത് പ്രധാന ടോപ്പിക്കാണ്. ഇത് കുറേ അധികം ഉണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തേക്കണം നെഗറ്റീവ് എന്നതിനെ കുറിച്ചാണ്. കാരണം എന്താ എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയ പതനമുള്ളതെന്ന് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ പുറകെ പോയിന്റ് പിന്നീന്നാണ് സൈലന്റ് കില്ലറായ നെഗറ്റീവ് എനർജിക്ക്. അതായത് നെഗറ്റീവ് എനർജിക്ക് സൈലന്റ് കില്ലറിൻ്റെ ഒരു വേഷനും കൂടി ഉണ്ടെന്ന് മനസ്സിലായി. അതെല്ലാം ക്രമീകരിച്ചിട്ടാണ് എൻ്റെ ലൈഫിൽ ഇന്ന് കാണുന്ന ചേഞ്ചസ് ഒക്കെ വന്നത്. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ക്ലാസ് എന്ന് പറഞ്ഞ് സാറേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു വൈബിൽ ഞാൻ എൻ്റെ കൂട്ടുകാർ
ഞാൻ ഈ പറഞ്ഞ ജോലി സ്ഥലത്ത് അവരെയൊക്കെ ഉപദേശിക്കണമായിരുന്നു. പക്ഷെ ആ ഉപദേശത്തിൽ മൊത്തം അവരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറയണേ, ഞാൻ അവരോട് പറയണം, നീ അങ്ങനെ ചെയ്യണ അത് ശരിയല്ല, നീ അങ്ങനെ ചെയ്യണം, നീ എന്തിനാ അങ്ങനെ പറ അങ്ങനെ ചെയ്യാമോ, നീ ആ ചെയ്യണ ഭയങ്കര റോങ് ആണ്, നിന്റെ ആ സ്വഭാവത്തിലുള്ള അത് മാറ്റണം. ഇതിപ്പോൾ തന്നെ ഇപ്പം മറ്റവനില്ലേ, അവൻ്റെ സ്വഭാവം കണ്ട് നീ പഠിക്കരുത്. അവൻ ശരിക്കും വളരെ മോശപ്പെട്ട സ്വഭാവം, അവനോട് നീ കൂട്ടുകൂടരുത്. പറഞ്ഞത് എന്താ നെഗറ്റീവാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. മറ്റവൻ്റെ കുറ്റം കുറെ പറഞ്ഞു കഴിഞ്ഞൂടാ അല്ലേ. അപ്പൊ ഇതുപോലെ ഞാൻ പറയുന്നത് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയും. ഒരു മനുഷ്യന്റെ പവർ, സബ് കോൺഷ്യസ്നെസിന്റെ പവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയും ഉറപ്പായിട്ടും. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ പവർ. പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയും. ഇപ്പൊ പ്രപഞ്ചത്തിന് ദൈവസങ്കല്പത്തിൽ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന രീതിയിൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ നമുക്കിപ്പോൾ വേണമെങ്കിൽ യൂണിവേഴ്സൽ പവറാണ്. ഒരു ദൈവം എന്ന് പറയുന്ന കോമൺ ആയിട്ട് ജാതി മതം ഇല്ലാണ്ട് പ്രപഞ്ചശക്തിനെ ദൈവം എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ദൈവം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയും. കാരണം ഈ പ്രപഞ്ചം നെഗറ്റീവും പോസിറ്റീവും ആണില്ലേ. മഴ കൊണ്ട് നമുക്ക് ഗുണമുണ്ട് ദോഷമുണ്ട് ഇല്ലേ. മഴ ഒന്നങ്ങാട് പെരുത്തി കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം ആണ്. അതുപോലെ വെയിൽ അങ്ങോട്ട് പെരുത്തി കഴിഞ്ഞാൽ ആൾക്കാർ വെയിലടിച്ച് ചാടി. അപ്പൊ ഈ യൂണിവേഴ്സ് നെഗറ്റീവും പോസിറ്റീവും ആവും. അപ്പൊ യൂണിവേഴ്സിന്റെ പവർ നമ്മളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യണമെങ്കിലും ഈ നെഗറ്റീവും പോസിറ്റീവും വരുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് നെഗറ്റീവും പോസിറ്റീവായിട്ട് തന്നെ മീൻസ് പ്രപഞ്ചം പുറമേ കാണിക്കണമല്ല ഞാൻ പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഫ്രീക്വൻസി, ആ യൂണിവേഴ്സിന്റെ എനർജി നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മൾ അനുകൂലമാകേണ്ട രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ആകണം. അതല്ലാണ്ട് കുത്തൊഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഇൻഡിവിജ്വലും ഇല്ലാത്ത രീതിയിൽ പോകണമെന്ന് പറയാം. സിസ്റ്റമാറ്റിക് അല്ലാണ്ട് ഇങ്ങനെ വന്നവനും പോണവനും എല്ലാം പറയാം, എന്തും പറയാം. ആ രീതിയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ യൂണിവേഴ്സിന്റെ എനർജി പ്രപഞ്ചശക്തി നമുക്ക് പ്രതികൂലമായിട്ടായിരിക്കും പറയുന്നത്. ഇതെങ്ങനെ പ്രതികൂലമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഈ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എനർജി എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു വിചാരിച്ചു. റിയലായിട്ടും നമ്മുടെ പ്രപഞ്ചത്തിലല്ലേ ജീവിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മൾ അല്ലേ. ഇപ്പൊ സംഗീത പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എങ്കിൽ സംഗീത പ്രപഞ്ചം തന്നെയാണ് ഇല്ലേ. കുറെ ഇത്രയും ചേർന്നാണ് ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന ടോട്ടൽ ഒരു വേൾഡ് ഉണ്ടാണെങ്കിൽ ഉറപ്പായിട്ട് സംഗീതം അതിന്റെ ഒരു അംശമാണ്, അതിന്റെ ഭാഗമാണെങ്കിൽ ആ എനർജി സംഗീതയിലുണ്ട്. സംഗീതക്ക് ഇത് അനുകൂലമാണ് പ്രതികൂലമാണ്. സംഗീതയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആണ് കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ്. അപ്പൊ നിരന്തരമായിട്ട് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, അഫർമേഷൻ ചെയ്യേണ്ടതും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അത് നിരന്തരമായിട്ട് ചെയ്യാനല്ല അവർ പറയണം. ഇന്ന് കിട്ടും അല്ലെങ്കിൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ലേ. അതിലും ഭീകരമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ. മറ്റേന്ന് പറയുമ്പോൾ കാലത്ത് നമ്മൾ ഒരു പ്രത്യേക സമയം, രാത്രി പ്രത്യേക സമയമൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇല്ലേ. ബാക്കി ഡേ ടൈമിൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, ഇതേ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അറ്റവൻ അങ്ങനെയാണ് ഇങ്ങനെയാണോ ഇതായി, അടുത്ത ദിവസം നോക്കിയത് ഓഫീസിലാ ജോലി സ്ഥലത്താക്കി, ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഒരു കൊല്ലത്തെ കണക്ക് നോക്കുമ്പോൾ അവൻ ഈ പോസിറ്റീവ് ആകാൻ ചെയ്ത അഫർമേഷൻ ഇല്ലേ അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ചെയ്തിരണം. എന്നിട്ട് പറയും എനിക്കിതൊന്നും നടക്കണില്ല, ഞാനെല്ലാം കൃത്യമായിട്ട് ചെയ്തോ, മോട്ടങ്ങാണ്ട് വർഷങ്ങളായി ചെയ്യണ സാറേ ഒന്നും നടക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ നടക്കും? വൈബാദ്യം കറക്റ്റ് ആക്കണം. അപ്പൊ ഇതിപ്പോ എനിക്കൊരു വീഡിയോ തീർക്കാൻ പറ്റിയ വിഷയമൊന്നുമില്ല. ഇതൊരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കിടക്കണം. നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ടോപ്പിക് എൻ്റെ ക്ലാസ്സിൽ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറയണമെങ്കിൽ ഞാൻ ഈ പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ കൂടിയാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ ഇതെല്ലാം നമ്മളുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറുള്ളൂ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാനെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ എ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആളാണ് സംഗീത, ബി എന്ന് പറയുന്ന രാജ്യമായിട്ടാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. അപ്പൊ സംഗീത ഏത് രാജ്യത്തെ കുറിച്ച് പഠിക്കണം യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ? ഓപ്പോസിറ്റ്, അതിന് ശത്രു രാജ്യത്തെ കുറിച്ച് പഠിക്കണമല്ലോ ഇല്ലേ. അപ്പൊ ജീവിതമാവുന്ന യുദ്ധത്തിൽ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ്സ് ഇല്ലേ. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കേണ്ടത്? പക്ഷെ ആൾക്കാർ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പോസിറ്റീവിനെ കുറിച്ച് അല്ലേ. പോസിറ്റീവിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ്. അപ്പൊ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ജീവിതമാകുന്ന യുദ്ധത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട നെഗറ്റീവിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് പോസിറ്റീവില് നിലനിൽക്കാൻ പറ്റും. ഇത് ആൾക്കാർക്ക് അറിയാത്ത കാര്യം. അപ്പൊ എൻ്റെ ക്ലാസ്സിൽ ഒരു ഡീറ്റെയിൽ ടോപ്പിക്കാണ്. ഇതിൽ പല രീതിയിലുള്ള ബാഡ് എനർജീസ് ആൾക്കാരെ ബാധിക്കുന്നുണ്ട്, പല വേരിയേഷനിൽ. അതെല്ലാം റിമൂവ് ചെയ്യാനും റിക്കവർ ചെയ്യാനുള്ള എല്ലാ മെത്തേഡും ഓൾറെഡി ഞാൻ ചെയ്യേണ്ട ക്ലാസ്സിലുണ്ട്. ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് ചെയ്യുന്നത്, അതിലുണ്ടാവും. അതുപോലെ നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പല ആൾക്കാരുടെയും നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമായിട്ട് ഞാനിപ്പോൾ മീൻസ് ഒരു 4 വർഷമായിട്ട് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന പ്രപഞ്ചശക്തിയുടെ പരിശീലനം എന്ന് പറയുന്ന ഒരു രീതി, അത് ഇൻഡിവിജ്വലാണ് ചെയ്തിരുന്നത്. ഗ്രൂപ്പായിട്ടും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇല്ലായ്മക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കാരണം ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. അത് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കണമുണ്ട്. എനിക്ക് അധികം ഫീസൊന്നും ഒരു പരിധിക്കുള്ളൊന്നും കുറക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ പല ആൾക്കാർക്കും ഇത് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പൈസ ഇല്ലാത്തവർക്കും
കഷ്ടത അനുഭവിക്കുന്നവർക്കും അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്, പല സ്ഥലത്തുണ്ട്. മലയാളികളെ തന്നെ എത്രയോ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ആഗ്രഹമുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞതാണ്, സാറേ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ പൈസ ഇല്ല. സാറിന് എന്നെ രക്ഷിക്കാൻ പറ്റും. ഒരാൾ മെസ്സേജ് വിടണം, 2-3 പേര് വിടുന്നുണ്ട്, സാറിന് എന്നെ രക്ഷിക്കാൻ പറ്റുമോ സാറേ, സാർ ഒന്ന് ക്ലാസ് തന്നാൽ മതി, അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ആദ്യമൊക്കെ ഞാനത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നെ ഞാനിപ്പോൾ ആലോചിച്ച് ഞാൻ ചിലപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യണമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഗ്രൂപ്പ് ട്രെയിനിങ് ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. വീക്കിലി വൺസ് 45 മിനിറ്റ് ആയിരിക്കും ഓൺലൈൻ ക്ലാസ്. അത് ഗൂഗിൾ മീറ്റിലാണ്. അതിന് എല്ലാ മാസവും ഫീസ് വരുന്നതെങ്കിലും ഫീസ് ഇല്ലാത്തവർക്ക് ഫീസ് അടക്കണ്ട. ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റ് മാസം തരാൻ പറ്റും, ഒരു 100 രൂപ വെച്ച് അടക്കാൻ പറ്റും, അടക്കാം. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു 500 രൂപ വെച്ച് അടക്കാൻ പറ്റും, അടക്കാം. അല്ലെങ്കിൽ ഒരാൾ പറയണം ആ 100 പോലും അടക്കാൻ പറ്റിയ അവസ്ഥയിലല്ല സാറേ, ഞാൻ അത്രയും കടത്തിലാണ്, പാട്ടൊക്കെ അതിലാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഒരു ഫീസ് കൊടുക്കണ്ട. നിങ്ങൾക്ക് ആജീവനാന്തകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹെൽത്ത് നിൽക്കുന്നിടത്തോളം കാലം ഉറപ്പായിട്ടും ഒരു ലിമിറ്റേഷനും ഇല്ലാത്ത രീതിയിൽ, ഫീസിനൊരു നിശ്ചിത ഫീസ് ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന പോലെ 0 ഫീസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് റെഗുലറായിട്ട് ഈ ക്ലാസ് പോയിക്കൊണ്ടിരിക്കും. ഇതിന് ലെവൽ 1 ലെവൽ 2 അങ്ങനത്തെ രീതികളൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ ഫീസ് വെക്കുമോ, ഫിക്സഡ് ഫീസ് വെക്കുമോ, അങ്ങനത്തെ രീതികളൊന്നുമില്ല. ഇതെന്നും ഇങ്ങനെ തന്നെ ഇരിക്കും. കാരണം ഒരു ചാരിറ്റി മൈൻഡിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് രൂപീകരിക്കുന്നത്. അതിലെൻ്റെ സുഹൃത്ത് ബാലാജി ഉണ്ട്, പിന്നെ വേറെ ലേഡി ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള, കാരണം എന്നെക്കൊണ്ട് ഒറ്റക്ക് ഇതിന് പല കോർഡിനേഷനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ബാലാജി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, പുള്ളിയാണ് എൻ്റെ മൊത്തം ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ ഡയറക്ടർ. അദ്ദേഹം അത് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒരു യൂണിവേഴ്സിൻ്റെ തീരുമാനം പോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരിലേക്കും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, എൻ്റെ ജീവിതത്തിൽ എന്നെ യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അത്ഭുതങ്ങൾ, അത് ഏതൊരാൾക്കും സാധ്യമാണ്. അതിന് പ്രത്യേകം കഴിവ, എക്സ്പീരിയൻസാ, പണോ, ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനായത് എങ്ങനെയാണെന്നുള്ള ആ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ഈ ട്രെയിനിങ്ങിലെല്ലാം ആൾക്കാർക്ക് പഠിപ്പിക്കണത്. ഇത് ഏതൊരാൾക്കും സാധ്യമായ കാര്യമാണ്. അപ്പോൾ അതിന് അങ്ങനെ ആ ഒരു ഇത് അത്രയും ഇല്ലായ്മക്കാരിലേക്കും കൂടി എത്തണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചാണ് അത് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരിലും ഞാൻ ഈ പറയുന്ന നെഗറ്റീവ്സ് അവർ പോലും അറിയാണ്ട് സംഭവിക്കുന്നത്. എത്ര ദാരിദ്ര്യമാണെന്ന് പട്ടിണിയാണെന്ന് പറയുന്നവർ അറിയാണ്ട് അവർ ഇതുപോലെയുള്ള നെഗറ്റീവ്സ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കോമൺ ആയിട്ട് സംഭവിക്കാവുന്ന അവർ പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഓൾറെഡി എൻ്റെ ലൈഫിൽ ഞാൻ റിസർച്ച് ചെയ്ത കാര്യങ്ങളുണ്ട്. റിസർച്ച് ചെയ്തിട്ട് ഞാൻ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതാണ്. അതായത് ഞാൻ റിസർച്ച് ചെയ്യണ പുറത്തേക്ക് നോക്കിയിട്ടല്ല, എന്നിലേക്ക് എന്നെ നോക്കിയിട്ടുള്ള റിസർച്ചാണ്. എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ റിസർച്ച് ചെയ്യണം. വേറെ ആൾക്കാരെ പരീക്ഷണ വസ്തുവാക്കിയിട്ടില്ല. എന്നിൽ എക്സ്പീരിയൻസ് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ വേറെ ആൾക്കാർ ചെയ്തപ്പോൾ അതിൽ റിസൾട്ടായി. അപ്പോൾ ഇത് ഈ പ്രപഞ്ചശക്തിയുടെ ഈ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് അതിലോട്ട് എത്തിയതല്ല, അത് ഓട്ടോമാറ്റിക്കായി തീർന്നതാണ്. അല്ലാണ്ട് ഞാൻ ഈ ട്രെയിനർ ആകാമെന്നുള്ള ഒരു ജീവിത ലക്ഷ്യം വെച്ച് വന്ന ആളൊന്നുമില്ല. ഇതായി തീർന്നതാണ്. ആയി തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്കിതിൽ കുറേ അധികം ഡെഫിനേഷൻസ് വന്നു. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാവുന്ന എന്താ, ഒരാളെ ചിലപ്പോൾ നമുക്ക് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റും അല്ലേ, അത് എത്ര തവണ പറ്റും? ലൈഫ് ലോങ് പറ്റില്ല. പക്ഷെ ഒരാളുടെ മൈൻഡിനെ പവറാക്കാൻ പറ്റില്ല. അത് എത്ര പൈസ കൊടുത്താലും കിട്ടുമോ? അപ്പോൾ ഒരാളുടെ മൈൻഡിനെ അത്രയും എത്ര ഡള്ളായിട്ട് ജീവിതം നടത്തി ആത്മഹത്യയുടെ വക്കിലേക്കണവർ എങ്ങനെ തകർന്നവരുടെ മൈൻഡിനെ നല്ല പവറാക്കാൻ ഒരു പക്ഷേ എനിക്ക് സാധിക്കും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അതെൻ്റെ കഴിവൊന്നുമല്ല. അത് ശരി, അതായത് എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അവർക്കൊരു സമാധാനം വരും. എങ്ങനെ ഇത്രയും അവസ്ഥയിൽ കിടന്ന ആളായിരുന്ന ഇതെന്ന് പറയുമ്പോൾ നമ്മളൊന്നും അപ്പോൾ അത്ര ആയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കും. കാരണം അത്രയും ഗതികെട്ട അവസ്ഥയിൽ ഞാൻ പോയതാണ്. അത് ഇപ്പം എൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ പറയും, കുറേ എന്നെ കൂടുതൽ എന്നെ അറിയാത്തവർ പറയും വെറും തള്ളു പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയാം ചിലപ്പോൾ ഒരു ഭാഷയിൽ. പക്ഷെ ഞാൻ പറയുകയാണ്, ഇപ്പം എൻ്റെ കൂടെയുള്ള ഇപ്പം ഈ ബാലാജി എന്ന് പറഞ്ഞ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അദ്ദേഹം എൻ്റെ 25 വർഷം മുമ്പുള്ള പരിചയം. അന്ന് തൊട്ട് എൻ്റെ അന്നേരത്തെ ആ ലൈഫ് സ്റ്റൈൽ, അതായത് ഞാൻ ഭയങ്കര കാശിൻ്റെ തള്ളിപ്പിലാണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ പറയുക, കടക്കണിയിൽ പോയിട്ടുള്ള അവസ്ഥ അറിയുക, തിണ്ടിയ അവസ്ഥ അറിയുക. അന്നേരം പുള്ളിയൊക്കെ എന്നെ അന്വേഷിക്കണം കണ്ടുപിടിക്കാൻ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ എല്ലാ അവസ്ഥ തിരിച്ച് വന്നിട്ടുണ്ടായ അവസ്ഥ അറിയാം, നാട്ടുകാരെ അറിയാക്കണം. അങ്ങനെ ഇപ്പം ലൈവ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് അറിയാം, ബന്ധുക്കൾക്ക് അറിയാം, എൻ്റെ നാട്ടുകാർക്ക് അറിയാം. അവർക്കെല്ലാം ഞാനൊരു അത്ഭുതം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, ബെന്നി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവാണ്. എന്ത് കഴിവ്? ബെന്നിക്കൊരു കഴിവില്ല. ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗിച്ചാൽ ഏതൊരാൾക്കും എന്തും നേടാമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു അറിവും എക്സ്പീരിയൻസും എന്നാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്ന് അനൗൺസ് ചെയ്യണം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകം തന്നെയാണ് അത്. നമ്മൾ വീഡിയോയിൽ പറയുന്നതിന് പരിമിതികളുള്ളതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോയിൽ കുറച്ച് പറയാം. അത് ഇത്ര ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജി വരുന്ന കുറേ സോഴ്സുകൾ ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ.
അപ്പോൾ ഈ നെഗറ്റീവ് എനർജി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആവും. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ആയി കഴിഞ്ഞാലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ കിട്ടിയതിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യും, ഇരട്ടി. സബ് മൈൻഡ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനെ ഇരട്ടിച്ചിട്ട് അതിൽ നിലനിർത്താനും അതിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാനുള്ള പണി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അറിയാണ്ട് കൊടുത്തേക്കണ സ്റ്റോക്കിന് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി, അത് കൂടുതലാണ് ഇല്ലേ? എന്നിട്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താ ചിന്തിക്കണം, എനിക്ക് പോസിറ്റീവ് ആവണം, എനിക്ക് ഇതൊക്കെ മാറണം, എനിക്ക് കൂടുതൽ പവർ ആവണം, ആ ക്ലാസ് ഈ ക്ലാസ് അവിടുത്തെ ക്ലാസ് ഇപ്പുറത്തെ ക്ലാസ് അങ്ങനെ ഇഷ്ടം പോലെ അറ്റൻഡ് ചെയ്ത് തലകുത്തി പറഞ്ഞിട്ട് അവന് ഉദ്ദേശിക്കണ പോലെ ആണില്ല. ഈ സാധനം ഒറ്റടിക്ക് എടുത്ത് കളയാനും പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ സഹായത്തോടെ എടുത്തു കളഞ്ഞാൽ പോലും അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് എഴുതി പ്രഗത്ഭനായ ഒരു ഹിപ്നോട്ടിസ്റ്റ് എടുത്തു കളയാൻ പറ്റും, പക്ഷെ എന്നാലും ജീവിതകാലം പോലും ആ ഹിപ്നോട്ടിസ്റ്റ് അയാളുടെ കൂടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്വയം പര്യാപ്തനാണ്. അവനോൻ്റെ പരിശ്രമം കൊണ്ട് തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇത് റിമൂവ് ആയി പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത്. അല്ലാണ്ട് എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാനായിട്ടുള്ള കണക്ഷൻ പോയി കഴിഞ്ഞാൽ അതോടെ എല്ലാം പോകുന്ന പറയുന്ന സിസ്റ്റം ഇവിടെ ആവുന്നില്ല. അവർ സ്വയം ആർജിക്കണം. അവർ സ്വയം ആർജിക്കുന്ന രീതിയിലാണ് ഈ ട്രെയിനിങ്ങിൻ്റെ രീതി. അപ്പോൾ അവരുടെ തന്നെ കഴിവും അവരുടെ തന്നെ പ്രശ്നത്തിനായിരിക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ റിമൂവ് ആണ്. അത് കൂടാണ്ട് പുതിയതായിട്ടൊരു കാര്യം വരികയും ചെയ്യും. നമ്മളിപ്പോൾ റിമൂവ് ആക്കിയെന്ന് പറയാനും നമ്മൾ ഈ പറഞ്ഞ പലതും ഇനിയും വരാം നമ്മുടെ സബ് മൈൻഡിൽ കയറാം. അങ്ങനെ കയറാണ്ടിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ലൈഫിൽ ആഡ് ചെയ്യേണ്ട മെത്തേഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ നിരന്തരമായിട്ട് ഒരു അമ്മ ഒരു കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്ന പോലെ തന്നെ പല കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഗൈഡൻസും ട്രെയിനിങ്ങുമാണ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഒരു വ്യത്യാസമല്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്ത വിഷയം ഇതാണ്, നെഗറ്റീവ് എനർജി എങ്ങനെയൊക്കെ ആളുകളിലേക്ക് എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. ഈ രീതിയിലെല്ലാമാണ് നെഗറ്റീവ് എനർജി ആൾക്കാരിൽ എഫക്റ്റ് ചെയ്യണതും. അതുപോലെ നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതികൾ കുറേ അധികം നമുക്കറിയാം. ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫീലിംഗ് അടിക്കുമ്പോഴൊക്കെ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വേറെ സംശയങ്ങളുണ്ടോ? സംശയം എന്ന് പറയുമ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ളതായിരിക്കില്ല. അതെ, അവരവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ അവരവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുന്നതാണ് സ്റ്റോക്കാണ് നെഗറ്റീവ് എനർജി. മനസ്സിലായോ? പക്ഷെ നെഗറ്റീവ് എനർജി വരുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരിലൂടെ വരും, നമ്മളിലൂടെ വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി പുറത്തുനിന്നും നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. നമ്മളെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മളോട് നെഗറ്റീവ് എനർജി കാര്യം സംസാരിച്ചാലും നമ്മൾ സംസാരിച്ചാലും നെഗറ്റീവ് വൈബ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയട്ടെ, നമ്മൾ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും കേൾക്കണം എന്ന് ചോദിച്ചാൽ, ഒരു ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒരു ധ്യാനം കൂടാൻ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ മോസ്കിലൊക്കെ പ്രഭാഷണം കേട്ട്, ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ അവിടെ മത പ്രഭാഷണമൊക്കെ കേട്ടുമ്പോൾ അവർ നല്ല പവറാവും. കാരണം അവിടെ പോസിറ്റീവാണ് പറയണം. പോസിറ്റീവ് പറയണോണ്ട് വൈബ് പോസിറ്റീവായി. നമ്മൾ അവിടെ പോയി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല ചൈതന്യം അടിക്കും ഇല്ലേ? ഇതേ പണി തന്നെ മറ്റവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് കിട്ടിയത് അറിയാത്ത എന്താണെന്നറിയാമോ? എന്താ സ്റ്റോക്ക് നെഗറ്റീവ് എനർജി കിടക്കണോണ്ട്. നമ്മളുടെ സ്റ്റോക്ക് എന്താ? നെഗറ്റീവ് എനർജി ഇല്ലേ? എല്ലാ ദിവസവും കുറേശ്ശെ നെഗറ്റീവ് എനർജി നമ്മൾ അറിയണില്ല, കാരണം സ്റ്റോക്ക് ഉള്ളതുകൊണ്ട്. അതായത് കലക്ക വെള്ളത്തിൽ ഒരു തുള്ളി കലക്ക വെള്ളമായിട്ട് അറിയും. അപ്പോൾ സ്റ്റോക്ക് നെഗറ്റീവ് എനർജി കിടക്കണേ. വീണ്ടും വീണ്ടും നെഗറ്റീവ് എനർജി വരുമ്പോൾ നമ്മൾ അറിയണില്ല. അപ്പോൾ ബൈ നാളെ കാണാം കേട്ടോ, ഓക്കെ നാളെ കാണാം. എല്ലാ കുറ്റവും പറഞ്ഞ് വേറെ നെഗറ്റീവ് നാട്ടുകാരുടെ കുറ്റമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ഓടി ഓക്കെ ബായ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വിരിയണം. പക്ഷെ കിട്ടിയേക്കണത് നെഗറ്റീവ്. അപ്പം നമ്മൾക്ക് നെഗറ്റീവ് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് നെഗറ്റീവ് എനർജി തന്നെ അറിയാൻ പാടില്ല. ആ സമയം നെഗറ്റീവ് എനർജി സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് പോസിറ്റീവ് വരുമ്പോൾ എക്സൈറ്റഡ് ആണോ എനർജി ആണോ. അപ്പോൾ ഹൈലി പോസിറ്റീവ് ഇപ്പോൾ പള്ളിയിലെ ഉസ്താദ്മാർ അല്ലെങ്കിൽ അച്ഛന്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ മോട്ടിവേറ്റർമാർ അല്ലെങ്കിൽ പോസിറ്റീവ് വൈബിൽ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ പിന്നെയും പോസിറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവർക്കത് ഫീൽ ചെയ്യില്ല, കാരണം അവർ പോസിറ്റീവിൽ ജീവിക്കണം. മനസ്സിലായേ? അവർക്കത് എഫക്റ്റീവ് ഇല്ല. അവർക്ക് പക്ഷെ ചെറിയ നെഗറ്റീവ് എന്നാൽ തന്നെ അവർക്ക് ഫീൽ ചെയ്യും, അറിയാൻ പറ്റും. അതേസമയം പോസിറ്റീവ് എന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ നെഗറ്റീവ് കൂടുതലുള്ളവർക്ക് നെഗറ്റീവ് എന്ന് അറിയാൻ പറ്റില്ല. മനസ്സിലായോ? ഇതുപോലെയാണ് സംഭവിക്കണം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാനിപ്പോൾ വീഡിയോ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ലൈഫിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെയധികം ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇന്ന് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള നെഗറ്റീവ് എനർജിക്കപ്പുറം ഒരാളുടെ ലൈഫിൽ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാളുടെ മൈൻഡിലേക്ക് വരുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറയുക, അങ്ങനെയുള്ള നെഗറ്റീവ്സ് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടായിരിക്കും ഒരാൾ പോസിറ്റീവായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആവും. അപ്പോൾ അതും ഒരാളുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ
കോൺഷ്യസ് മൈൻഡിനേക്കാൾ കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ആവുന്നുണ്ട്. അപ്പം അതും ഒരാളെ നെഗറ്റീവായിട്ട് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ സാറ് നേരത്തെ കൊടുത്തിരുന്നത് പേഴ്സണൽ ട്രെയിനിങ് ആയിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അതിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഫീസോ കാര്യങ്ങളോ ഇല്ല. ഒരാൾക്ക് എത്ര ഫീ അഫോർഡബിൾ ആണ് ആ ഒരു രീതിക്ക് സാറിന് പേ ചെയ്താൽ മതിയാവും. അഥവാ ഫീസ് ഇല്ലാന്നുണ്ടെങ്കിലും സാറിന് അത് പ്രശ്നമല്ല. കാരണം ഫ്രീ ട്രെയിനിങ് കൊടുക്കാനും സാറിന് കുഴപ്പമില്ലാത്തതാണ് അല്ലേ സാർ? അതെ, അത് നമ്മൾ ഒരു ചാരിറ്റി എന്നുള്ള മൈൻഡിലും കൂടിയാണ് ചെയ്യണം. കാരണം ഫീസ് തരാൻ നിവൃത്തിയുള്ള ആൾക്കാരുണ്ട്, നിവൃത്തി ഇല്ലാത്ത ആൾക്കാരുണ്ട്. നിവൃത്തിയുള്ളവർ അവർക്ക് തരാൻ പറ്റണത് തന്നാൽ മതി. അതേസമയം ഒരു നിവൃത്തിയില്ല, ഒരു പൈസ തരാനോ മാസം ഒരു നിശ്ചിത ഫീസ് തരാനൊന്നും ഒരു നിവൃത്തിയില്ലാത്ത അത്രയും കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ഫീസ് തരണ്ട, ഫ്രീയാ. അതായത് ഇതൊരു ചാരിറ്റി മൈൻഡിലാണ് നമ്മൾ ഇത് എത്ര നാൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ പിന്നീട് ഫീസ് കൂട്ടുമോ അല്ലെങ്കിൽ ഫീസ് ആക്കുന്നില്ല. ഗ്രൂപ്പ് ട്രെയിനിങ് ഒരു നിശ്ചിത ഫീസ് നമ്മൾ പറയുന്നില്ല. തരാൻ നിർത്തിയുള്ളവർക്ക് ഫീസ് തരാം, ഇല്ലാത്തവർക്ക് തരണ്ട. ഫീസിൻ്റെ പേരിൽ ഒരാൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അതായത് ക്ലാസ്സിൽ ചേരാണ്ടിരിക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ ഇപ്പോൾ എല്ലാവരും പെയ്ഡായിട്ട് തന്നെയാണ് ചെയ്യണത്. പെയ്ഡായിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഫ്രീ ചെയ്യണ വേറെ ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്ര നാളും ചെയ്ത് ഇപ്പോൾ സംഗീതം പറഞ്ഞ പോലെ പേഴ്സണൽ ട്രെയിനിങ് ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന രീതികളായിരുന്നു. എന്നാൽ ഇത് പലരുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു രീതി ചെയ്യണം. അപ്പോൾ അതിൽ ആർക്കും പങ്കെടുക്കുക എന്നുള്ളതാണ്. ഫീസ് ഒരു പ്രശ്നമേ ആയിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ സാറ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.